റിലീസായത് ഒരുപാട് കാലം മുമ്പായതുകൊണ്ട് മാത്രം നമുക്കൊക്കെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ചില സിനിമകളുണ്ട്. അതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമകളിലൊന്നാണ് 15 ദിവസത്തിനകം ഗോമസ് എന്ന വാടക കൊലയാളി KGRനെ അസാസിനേറ്റ് ചെയ്യും. എപ്പോ, എവിടെ വെച്ച്, എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് ഈ ലോകത്ത് ആ കൊലയാളിക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. കേരള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഒരു ദിവസം ഒരു ഫോൺ കോൾ വരികയാണ്. ഫോൺ വിളിച്ച ആൾ പറയുന്ന വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആരുടെയെങ്കിലും കൈകൊണ്ട് കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി KGR കൊല്ലപ്പെടും ദിവസങ്ങൾക്കുള്ളിൽ. അതിനുവേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നവരെല്ലാം വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ. അതിനുവേണ്ടി അവർ ഹയർ ചെയ്തിരിക്കുന്നത് ഒരു ടോപ്പ് ടയർ അസാസിനെയാണ്. ലഭിച്ച വിവരത്തിന്റെ സോഴ്സ് പരിശോധിക്കാനൊന്നും പോലീസിന് സമയമുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് നടന്നാലും അത് തടയാൻ വേണ്ടി കേരള പോലീസിലെ ഏറ്റവും മിടുക്കനായ ഒരു ഓഫീസർ അവർ ചുമതലപ്പെടുത്തുകയാണ്. ഒരു ക്രൂക്ഡായ അസാസിൻ, ഒരു ഇന്റലിജന്റ് ആയ കോപ്പ്, അതുപോലെ തന്നെ ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ. ഈ 3 പവർ ഹൗസ് പെർഫോമൻസുകളാണ് ഈ സിനിമയെ താങ്ങി നിർത്തുന്നത്. ഇംഗ്ലീഷിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ദ ഡേ ഓഫ് ജക്കാൾ എന്നൊരു അസാസിൻ നോവലിന്റെ വളരെ നൈസ് ആയിട്ടുള്ള ഒരു മലയാള അഡാപ്റ്റേഷനാണ് ഈ സിനിമ. ഒരു പ്രൊഫഷണൽ കില്ലർ തന്റെ കമ്മിറ്റ്മെന്റിന് വേണ്ടി ഏത് ലെവൽ വരെ പോകുമെന്നും ഒരു പോലീസ് ഓഫീസർക്ക് അത് തടയാനായി ഏത് ലെവൽ വരെ പോകാൻ സാധിക്കുമെന്നും ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അന്നത്തെ കാലത്ത് തന്നെ ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില അസാസിനേഷൻ അറ്റംപ്റ്റ്സ്, ആ കില്ലറിന്റെ ഡിറ്റർമിനേഷൻ, കാരണം പുള്ളി കൊല്ലാൻ ശ്രമിക്കുന്ന CMനെയാണ്. സോ അതിനുവേണ്ടി അയാൾ തിരഞ്ഞെടുക്കുന്ന ചില വഴികളൊക്കെ ഇതിൽ കാണിച്ചിരിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്. ഇതിൽ ആ കില്ലറിന് പേരില്ല, അതുപോലെ തന്നെ കില്ലറിനെ പറ്റി ആർക്കും അറിയില്ല. വി ജസ്റ്റ് നോ ഹിം ആസ് എ കില്ലർ. അങ്ങനെ ഒരു അപ്രോച്ചൊക്കെ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇതിൽ CM ആയിട്ടുള്ള സുകുമാരൻ സാറിന്റെ പെർഫോമൻസ്. ശരിക്കും പുള്ളി എന്ത് പവറായിട്ടാണ് ഒരു CM എന്ന് പറയുന്ന ക്യാരക്ടറിനെ അതി കാണിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് തോന്നുന്നു. അതുപോലെ ഇതിൽ അസാസിനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ക്യാപ്റ്റൻ രാജുവിന്റെ പെർഫോമൻസ്. പിന്നെ ഓഫ് കോഴ്സ് മമ്മൂക്ക അന്നും ഇന്നും വെറൈറ്റി ആയിട്ടുള്ള റോൾ ചെയ്യുന്ന ഒരാളാണ്. ഇതിനൊരു പ്രീക്വൽ പിന്നെ ഇറങ്ങിയിരുന്നു, ബട്ട് ആ സിനിമ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ബട്ട് എക്കാലത്തെ മലയാളത്തിലെ വൺ ഓഫ് ദ ഡിഫറെന്റ് ആൻഡ് അണ്ടർ റേറ്റഡ് മൂവീസിലായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് August 1. സിനിമ യൂട്യൂബിൽ അവൈലബിൾ ആണ്, കണ്ടുനോക്കിയിട്ട് അഭിപ്രായം പറയും. ഒരാൾ മറ്റൊരാളെ കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയാൽ അയാൾക്ക് മരിക്കാതെ വേറെ മാർഗമൊന്നുമില്ല. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ഒരുത്തൻ ചാവണമെന്ന് പറഞ്ഞ് തുനിഞ്ഞിറങ്ങിയാൽ അയാളെ രക്ഷിക്കാനും വേറെ മാർഗമൊന്നുമില്ല.